സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബും ലൈക്കും ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 47 ദശകം നമ്മൾ പിന്നിട്ടു. 48ാമത്തെ ദശകം നളകൂപരമണി ഗ്രീവന്മാരുടെ മോചനം. യശോദ ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ടു. ആ ഉരൽ വലിച്ച് 2 വൃക്ഷങ്ങളുടെ നടുവ് കൂടെ കടന്ന് അത് മറിഞ്ഞു വീണ് നാരദശാപത്താൽ വൃക്ഷങ്ങളായി തീർന്നവരാണ് ഇവർ. അവർ അവരുടെ സ്വന്തം രൂപത്തെ പ്രാപിക്കുകയാണ്. ആ കഥകളാണ് അടുത്ത ദശകത്തിൽ വർണ്ണിക്കുന്നത്. വൃത്തം വംശസ്ഥം എന്ന വൃത്തമാണ്. മുദാസുരൗകൈസ്തമുദാരസമ്മതേർ ഉദീര്യദാമോദരയിത്യഭിട്ടുത അങ്ങനെ ചെല്ലണതാണ് വംശസ്ഥം. മുദാസുരൗകേത്തമുദാരസമ്മതേർ ഉദീര്യദാമോദരയിത്യഭിട്ടുത മൃദൂദരസ്വൈരമുലൂഖലേലകൻ അതൂരുദോദോ കകുവാബുദൈക്ഷത കുബേരസൂനുർനളകൂപരാധിപ പരോമണി ഗ്രീവ ഇതി പ്രദാംഗത മഹേശദേവാധിഗതശ്രീയോന്മദോ ചിരങ്കില തദ്വിമുഖാവകേലതാം. ഇതാണ് വംശസ്ഥം. വൃത്തത്തിൻ്റെ ചെല്ലണവിധം. മുദാസുരൗകേത്ത മുദാരസമ്മതേൻ ഉദീര്യദാമോദരൈത്യഭിട്ടുത. ഉരലിൽ കെട്ടിയിട്ടു. ഭഗവാന്റെ അരയിലും കെട്ടി. അരയിൽ കെട്ടുമ്പോഴാണ് തികയാഞ്ഞത്. ഉരലുമ്പോൾ കെട്ടിയപ്പോൾ തികഞ്ഞു എന്നാണ്. അതിലും കുറവല്ലേ ഭഗവാന്റെ അരക്കെട്ട്. സത്യത്തിൽ അങ്ങനെയാണെങ്കിലും ഭൂമി മുഴുവൻ ഭഗവാന്റെ അരക്കെട്ട. അപ്പോൾ ഭൂമിയെ നമുക്ക് കെട്ടാൻ പറ്റും ഒരു നൂലുകൊണ്ട്. വിരാട് പുരുഷനെ വർണ്ണിക്കുമ്പോൾ ഭഗവാന്റെ അരക്കെട്ടാണ് അത്രയും ഭൂമി. എങ്കിലും അവസാനം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കെട്ടാനായിട്ട് സാധിച്ചു. ആ സമയത്ത് ആകാശത്തിൽ നിന്ന് ദേവന്മാർ ദാമോദരൻ എന്ന പേര് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു. എന്താണ് ദാമോദരൻ? ദാമം ഉദരത്തിൽ ഉള്ളവൻ ദാമോദരൻ. യസ്യ ഉദരേ ദാമം തസ്യ ദാമോദര. വയറിൽ കയർ ഉള്ളവൻ. വയറിൽ കയറുണ്ടാവും ആർക്കെങ്കിലും? ഭഗവാന്റെ ഓരോ പ്രത്യേകതകളാണ്. അതും ഉണ്ടായി ഭഗവാന്. വയറിൽ അരക്കെട്ടിൽ കെട്ടിയിട്ടു. അതാണ് ദാമോദരൻ. ദാമം കയർ, ഉദരം വയറിനെ. അപ്പോൾ വയറിൽ കയറുള്ളവൻ എന്ന ദേവന്മാരാൽ ഭഗവാനെ സ്തുതിക്കപ്പെട്ടു. ഉദീര്യ ദാമോദര ഇത്യഭിഷ്ടുത. അഭിഷ്ടുത സ്തുതിക്കപ്പെട്ടു. സന്ധ്യാസമയത്താണത്രേ ദാമോദരൻ എന്ന വാക്ക് പറയേണ്ടത് എന്നാണ്. ഓരോ സമയത്ത് ഓരോ നാമത്തിന് പ്രാധാന്യമുണ്ട്. അതിൽ സന്ധ്യയ്ക്ക് ദാമോദര നാമം ചെല്ലണത് നല്ലതാണ്. മൃദൂദുര സ്വൈര മുരൂഖലേലകൻ. വളരെ ചെറിയ ശരീരമാണല്ലോ ഭഗവാന്റെ. മൃദു ഉദര, മൃദുവായിട്ടുള്ള ഉദരം. എത്ര മൃദുവായിട്ടുള്ള മാർദ്ദവമുള്ള ഇളം വയറിലാണ് യശോദ കയറുകൊണ്ട് കെട്ടിയിട്ടത്. ആലോചിച്ച് നോക്കൂ. മൃദൂദര സ്വൈരമുലൂഖലേലകൻ. ഭഗവാന് വിഷമമൊന്നുമില്ല കേട്ടോ. സ്വൈരം കെട്ടിയിട്ട് യശോദ പോയപ്പോൾ സ്വൈരമായിട്ട് അവിടെ നിന്നു എന്നാണ്. അങ്ങനെ വെച്ചാൽ അങ്ങനെ. അവിടെ നിന്ന് ഉരലിൽ സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള വെണ്ണ എടുത്ത് ഭക്ഷിച്ചു. മൃദൂദുര സ്വൈരമുലൂഖലേലകൻ അതൂരുദൗദൗ കകുഭാവുദൈക്ഷത. 2 നീർമരുത് വൃക്ഷങ്ങൾ ദൂരത്ത് നിന്ന് കണ്ടു. അതങ്ങനെ കാണുകയാണ്. അവിടെ ഈ തനിക്ക് ചെയ്യാൻ ചിലതുണ്ട്. ആരാണ് ഈ വൃക്ഷങ്ങൾ? അല്ലെങ്കിൽ എങ്ങനെ ഈ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായി? വൃക്ഷങ്ങൾ ഒരു ഭാഗത്ത് വന്നാലും അതിനൊരു കാരണം ഉണ്ടാവുന്നതാണ്. പൂർവജന്മത്തിൽ കുബേരസൂനുർ നളകൂപരാഭിത പരോമണി ഗ്രീവ ഇതി പ്രധാംഗത മഹേശസേവാധിഗത ശ്രീയോന്മദോ
ചിരങ്കിലത്വമുഖാവകേലതാം. കുബേരൻ്റെ മക്കളായിരുന്നു ഇവർ. നളകൂബര, മണിഗ്രീവൻ 2 പേരാണ്. ഇവർ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചു. ഐശ്വര്യം ഉണ്ടായാലും കുഴപ്പമാണെന്നാ. ശിവനെ സേവിച്ചു, വിഷ്ണുവിനെ അല്ല സേവിച്ചത്. അതുകൊണ്ടാവാം ശിവൻ ധാരാളം ധനം ഐശ്വര്യം കൊടുത്തപ്പോൾ ഇവർക്ക് അഹങ്കാരം ഉണ്ടായി. കുബേരൻ ശിവഭക്തനാണ്. അങ്ങനെ അവർക്ക് നാരദനെ കളിയാക്കി. നാരദൻ എന്ന് പറഞ്ഞാൽ കഷണ്ടിയൊക്കെ ഉണ്ടാവും. കണ്ടാൽ അത്ര വലിയ സൗന്ദര്യമൊന്നും ഈ ഉള്ളിൽ മഹത്വമുള്ളവർക്ക് ചിലപ്പോൾ പുറത്തേക്ക് സൗന്ദര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പുറത്തേക്ക് സൗന്ദര്യം ഉണ്ടാവാൻ പാടില്ല എന്നല്ല, ചിലർക്ക് ഉണ്ടാവില്ല. ഉള്ളിലാണ് അവരുടെ സൗന്ദര്യം. അത് മനസ്സിലാക്കാതെ നാരദനെ ഇവർ പരിഹസിച്ചു. എന്താണ് ചെയ്തത് വെച്ചാൽ, വെള്ളത്തിൽ വസ്ത്രമില്ലാതെ ഇറങ്ങി സ്ത്രീകളോടുകൂടി കളിക്കുമ്പോൾ നാരദ മഹർഷി വന്നപ്പോൾ വസ്ത്രം ധരിച്ചില്ല. അത് ചെയ്യണം, വസ്ത്രം ധരിക്കാതെ നിൽക്കരുത് മഹാന്മാരുടെ മുമ്പിൽ എന്നാണ്. നമ്മൾ ഈ കുളിക്കുമ്പോഴടക്കം മുഴുവൻ വസ്ത്രം ഊരി കുളിക്കരുത് എന്നാണ്. ഇതാ കാരണം വെച്ചാൽ ജലം പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. ഈശ്വരനാണ് ജലം. ആ ജലത്തിൻ്റെ മുമ്പിൽ വസ്ത്രമില്ലാതെ നിൽക്കരുത്. എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ടേ കുളിക്കാവൂ. അടിവസ്ത്രമോ തോർത്തുമുണ്ടോ എന്തെങ്കിലും ഉടുത്തിട്ടേ എത്രയേ കുളിക്കാവൂ. പുറത്താവുമ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ. കുളത്തിലും ബാത്റൂമിൽ കുളിക്കുകയാണെങ്കിലും എല്ലാം വസ്ത്രമില്ലാതെ നിന്ന് കുളിക്കരുത് എന്ന് പണ്ട് പറയും. അത് ആ ജലത്തിനെ അപമാനിക്കുകയാണ്. ജലത്തിന് ഈശ്വരനായതുകൊണ്ട് ജലത്തിനെ അപമാനിക്കുക. പഞ്ചഭൂതങ്ങളൊക്കെ ഈശ്വരനാണ്. പക്ഷെ ഇവരത് ചെയ്തില്ല. നാരദൻ വന്നു, ബഹുമാനിച്ചില്ല. അപ്പോൾ അവർ ശപിച്ചു. ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചതായിട്ടുള്ള നിങ്ങൾ വൃക്ഷങ്ങളായിട്ട് തീരട്ടെ. വൃക്ഷങ്ങളുടെ പിന്നിൽ ഐതിഹ്യം ഉണ്ടാവുന്നതാണ്. എങ്ങനെയോ അവിടെ വന്ന് ഭവിച്ചതാണത്. ഇനി അവരുടെ കാരണങ്ങൾ വിസ്തരിക്കുകയാണ്. സുരാപഗായാം കില തൗ മതോത്കടോ സുരാപഗായ ബഹുയൗവദാവൃതോ വിവാസസോ കേളിപരോസ നാരദോ ഭവത്പദൈക പ്രവണോ നിരൈക്ഷത. സുരാപഗായാം, മദ്യം കഴിച്ച് മതോന്മത്തരായി സ്ത്രീകളോടുകൂടി വസ്ത്രമില്ലാതെ വെള്ളത്തിൽ ജലക്രീഡ ചെയ്യുകയായിരുന്നു നളകൂബരമണി ഗ്രീവന്മാർ. വിവാസസവും, വസ്ത്രമില്ലാതെ. വാസസം എന്ന് പറഞ്ഞാൽ വസ്ത്രം, വിവാസസം അതിൻ്റെ വിപരീതം. വസ്ത്രമില്ലാതെ കേളിപരവും, കളിയിൽ മുഴുകിയിട്ട് സ നാരദോ, ഭക്തനായിട്ടുള്ള നാരദൻ, മഹാനായിട്ടുള്ള നാരദൻ, മഹത്വമുള്ള നാരദൻ അവിടെ വന്നു. വേഗം വസ്ത്രം ധരിച്ച് നമസ്കരിക്കുകയാണോ വേണ്ടത്? ഇത് ചെയ്തില്ല. ഭവത്പദേക പ്രവണോ നിരൈക്ഷത. ആ നാരദനെ കണ്ടു. നാരദൻ ഇവരെ കണ്ടു. പ്രിയാലോകമുപാത്തവാസംപുരോ നിരീക്ഷ്യാഭിമദാന്തചേതസൗ. ആ സ്ത്രീകൾക്ക് നാരദനെ കണ്ടപ്പോൾ ഭയവും ലജ്ജയുണ്ടായി. വേഗം ഒരു വസ്ത്രം ധരിച്ച് തെറ്റ് ചെയ്തവരെ പോലെ സംസ്ഥാപരാധം പറഞ്ഞ പോലെ നിന്നു. ക്ഷമിക്കണം എന്ന ഭാവേന. അതുകൊണ്ട് അവരെ ശപിച്ചില്ല. സ്ത്രീകൾക്ക് ചെയ്തത് തെറ്റാണെന്ന് നാരദനെ ബഹുമാനിക്കാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു. പുരുഷന്മാരായിരിക്കുന്ന നളകൂബരന്മാർക്ക് അതുണ്ടായില്ല. വസ്ത്രമേ ധരിച്ചില്ല. എന്ത് നാരദൻ എന്ന് ചിന്തിച്ചു. ഇമോ ഭക്ത്യുപശാന്തി സിദ്ധയേ മുനിജഗൗ ശാന്തിമൃതേ കുതസുഖം. മനസ്സ് ശാന്തമാവാത്തവർക്ക് എങ്ങനെയാണ് സുഖം ഉണ്ടാവുക? അശാന്തസ്യ കുതസുഖം എന്ന് ഗീത. ശാന്തി ഉണ്ടാവണം, എന്നാലേ സുഖം ഉണ്ടാവുള്ളൂ. ഓം ശാന്തി 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 നമ്മൾ പറയണത് അതാണ്. ശാന്തി ഉണ്ടായാലേ സുഖം ഉണ്ടാവുള്ളൂ. അശാന്തർക്ക് എവിടെയാണ് സുഖം? അതുകൊണ്ട് ഇവർക്ക് ശാന്തി ലഭിക്കട്ടെ, മനസ്സ് ശാന്തമാവട്ടെ എന്ന് കരുതി വൃക്ഷങ്ങളാവാൻ ശപിച്ചു നാരദൻ. എന്തിനു വേണ്ടിയിട്ട്? അവർ നന്നാവാനാണ് ശപിച്ചത്. മഹാന്മാരൊരിക്കലും ഒരു കൂട്ടരെ നശിപ്പിക്കില്ല. നശിപ്പിച്ചാൽ അവൻ മഹാനല്ല. ഭസ്മായി പോട്ടെ എന്ന് ശപിച്ചാൽ അവൻ ശരിയല്ല. അങ്ങനത്തെ ശാപങ്ങളൊന്നും ചിലരങ്ങനെ ശപിച്ചിട്ടുണ്ട് കേട്ടോ. ദുർവാസാവോ ചില മഹർഷിമാർ ദേഷ്യത്തിൻ്റെ ആധിക്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം അഹല്യയെ കല്ലാവട്ടെ ശപിച്ചു. അതുകൊണ്ട് എന്തേ കിട്ടിയ ഗുണം?
രാമനെ ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? കല്ലായിട്ട് ശപിച്ചില്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? ഗൗതമൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ਪਰ ശ്രീരാമചന്ദ്രനെ കാണാനും സ്തുതിക്കാനും എല്ലാ പാപവും ഇല്ലാണ്ടാവാനുമുള്ള ഗുണം ആ ശാപം കൊണ്ട് കിട്ടി ഇല്ലേ? അപ്പോൾ ചില ശാപം അനുഗ്രഹമായിട്ട് തീരും. ഇമോ ഭക്തി ഉപശാന്തി സിദ്ധയെ, ഭഗവാനുള്ള ഭക്തി ശാന്തി ഇവ ലഭിക്കാനായിക്കൊണ്ട് മുനിർ ശാപത്തെ നൽകി. മുനിജഗോ ശാന്തി മൃതേ കുതസുഖം, ശാന്തി ഇല്ലാത്തവർക്ക് സുഖമെവിടെ? അതുകൊണ്ട് ശാന്തിക്കായിക്കൊണ്ട് അവരെ അഹങ്കാരം നശിപ്പിക്കാൻ നാരദമുനി ശപിച്ചു. മുദാസുരൗഗേത്തമുദാരസമ്മതേരുദീര്യ ദാമോദര ഇത്യവിട്ടുത മൃദൂദുര സ്വൈരമുലൂകലേലകൻ അദൂരുദോകകുഭാവുദൈക്ഷത. നിർമൃദു വൃക്ഷങ്ങളെ കണ്ടു. കുബേരതൂനുർനളകൂപരാപിത പരോ മണിഗ്രീവ ഇതി പ്രതാംഗത മഹേശസേവാധിഗത ശ്രീയോന്മദോ ചിരം കില ത്വദ്വിമുഖാവകേലത. ഭഗവാനെ അങ്ങയിൽ ഭക്തിയില്ലാതെ വിമുഖരായിട്ടവർ അഹങ്കരിച്ചു. സുരാപഗായാം കിലതോ മതോത്കടോ, മദ്യം കഴിച്ചു. സുരാപഗായ ബഹുയൗവതാവൃതോ വിവാസസോ, വസ്ത്രമില്ലാതെ വെള്ളത്തിലിറങ്ങി. കേളിപരോസനാരദോ പവത്പദേക പ്രവണോ നിരൈക്ഷത. നാരദൻ കണ്ടിട്ട് ശപിച്ചു. ബിയാപ്രിയാലോകമുപാത്തവാസസം, സ്ത്രീകളെ വസ്ത്രം ധരിച്ചു. ഒരു മര്യാദ കാണിച്ചു. ബിയാപ്രിയാലോകമുപാത്തവാസസം, ഉപാത്തവാസസം വസ്ത്രം ധരിച്ചു, വസ്ത്രത്തെ എടുത്തു. പുരോ നിരീക്ഷ്യാപി മതാന്തചേതസൗ, മതം കൊണ്ട് അന്ധചേതസ്സുകളായിട്ട് നളകൂപരന്മാർ വസ്ത്രം ധരിച്ചില്ല. ഇമോ ഭക്തി ഉപശാന്തി സിദ്ധ, ഇമോ ഇവരെ, ഭക്തി മുതലായിട്ടത് ഉണ്ടാവാൻ, നശിപ്പിക്കാനല്ല, അവർ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുനിർജഗോ ശാന്തി മൃതേ കുതസുഖം മഹർഷി ശപിച്ചു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.